ഹലോ ഗൈസ്. സോ ഇന്ന് ഞങ്ങൾ പുറത്തു പോവാണ്. ഇതൊരൊറ്റ മൈൻഡ് തീരുമാനമായിരുന്നു. കാരണം ഇതൊന്നും പ്ലാൻ ചെയ്തതുപോലുമില്ല. രാവിലെ ക്ലാസ്സിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇങ്ങനൊരു പ്ലാനായി. ഞങ്ങളൊരു പുറത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റ് സർവേ ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളെ പുറത്താക്കുമോ സസ്പെൻഷനാക്കുമോ ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞങ്ങൾ കോളേജിൽ പോലും അറിയാതെയാണ് ഈ ട്രിപ്പ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാർക്കറ്റ് സർവേ എടുക്കാനെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ കോളാർ ഹിൽസിൽ പോകാമെന്ന്. ആദ്യം ഒരു ബസ് കയറി ഞങ്ങൾ കോളാർ ചെന്നു. അവിടെ നിന്ന് അടുത്ത ബസ് കയറി നമ്മൾ ഹിൽസിലോട്ട് പോവുകയാണ്. ഇത് അവിടുത്തെ വ്യൂ ആണ് ഗൈസ്. ഒരു ഡ്രൈ പ്രദേശമാണെങ്കിൽ നമുക്ക് ചൂട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നൊരു സ്ഥലമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ മല കയറാൻ തീരുമാനിച്ചു. ഇതാണ് ഞങ്ങൾ പതുക്കെ പിടിച്ച്, കാരണം നമ്മൾ ഷൂ ഇട്ടേക്കുന്നതുകൊണ്ട് വഴുത്തി പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഞങ്ങൾ മലയുടെ മണ്ടയിൽ കയറി. ഇനിയും പോകാം കേട്ടോ മുകളിലേക്ക്. ഞങ്ങൾ ഒരുപാട് അങ്ങ് പോയില്ല, കാരണം പാമ്പൊക്കെ ഉണ്ട്. അതിലൊരാൾ നേരത്തെ വണ്ടിയിൽ പറഞ്ഞ സമയത്ത് ഒരു വലിയ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പേടിയായി. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ എൻജോയ് ചെയ്തു. മറ്റേ ഷാറുഖ് ഖാൻ്റെ പോസൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇത് തിരിച്ചിറങ്ങുന്നതാണ്. സ്ലൈഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റും കേട്ടോ. അവിടെ ആരോ സ്ലൈഡ് ചെയ്ത് വെച്ച് ഈ വഴുക്ക് അത് ഒരു വരുമല്ലോ, വഴക്കം വരുമല്ലോ. അപ്പോൾ അതിലെല്ലാവരും കൂടി സ്ലൈഡ് ചെയ്ത് ഇറങ്ങുകയാണ്. ഞാൻ നടന്നങ്ങ് ഇറങ്ങി. എനിക്കെന്തോന്ന് കണ്ടിട്ട് പേടിയായി. കുറേ നേരം ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ച് പോകാൻ ബസ്സില്ല ഗൈസ്. ബസ് 10 മിനിറ്റ് മാത്രം അവിടെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബസ് നിർത്തിപ്പോയി. ഞങ്ങൾ പിന്നെ നടന്നു ഗൈസ്. കുറേ ദൂരം നടന്നു. കുറച്ച് കഴിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ കുറേ ദൂരം നടന്നു. ഭയങ്കര കാറ്റായിരുന്നു. കുടയൊക്കെ പറന്നു കഴിഞ്ഞാൽ ഒരു കുട ഞങ്ങൾ ഒടിഞ്ഞു പോയി. കാറ്റ് കാരണം അതിൻ്റെ മോൾഭാഗം ഇല്ലേ, അത് തെറിച്ചപ്പുറത്ത് വെളിയിലോട്ട് പോയി കിടന്നു ഗൈസ്. കോമഡി ആയിരുന്നു. പിന്നെ എനിക്കും യമനിക്കും മാത്രം ആദ്യം ഒരു ലിഫ്റ്റ് കിട്ടി. ബാക്കിയുള്ളവർ പിറകെ ഓരോ ലിഫ്റ്റ് അടിച്ചാണ് ഞങ്ങൾ തിരിച്ച് കോളാറിലേക്ക് എത്തിയത്. ഞങ്ങൾ ആദ്യം വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവർക്കായിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും വന്നു. പിന്നെ ഞങ്ങൾ മാർക്കറ്റ് സർവേ ഒക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല. മുട്ട വെയിലത്ത് ഇവിടെ മൊത്തം ചുറ്റി കറങ്ങിയിട്ട് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മന്തി, സിറ്റി മെഹഫിൽ എന്ന് പറയുന്ന ഒരു മന്തി ഷോപ്പുണ്ട്, അവിടെ ചെന്ന് ഞങ്ങൾ മന്തിക്ക് ഓർഡർ കൊടുത്തിട്ടിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 10 പേരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഗൈസ് അടിപൊളിയാണ്. കാരണം ഞങ്ങൾ 3rd ഇയർ ലാസ്റ്റ് അവസാനിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഈ 2.5 വർഷം മൊത്തം ഹെക്ടിക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരും ഓരോ ഇതായിട്ടുള്ള മന്തിയാണ് പറഞ്ഞത്. ഞാനും യമനയും ജ്യൂസി മന്തിയും വേറൊരു 2 ജ്യൂസി മന്തിയും പിന്നെ ആൽഫ മന്തി, തന്തൂരി മന്തി, അങ്ങനെ എന്തൊക്കെ മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം കഴിച്ച് മത്തായിരിക്കുകയാണ് ഇവിടെ എല്ലാവരും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞങ്ങളവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ച് കുറച്ച് ദൂരം നടന്നതിന് ശേഷം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് കോളേജിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.